പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 119 അധ്യായം 71-72 വചനങ്ങൾ. നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവിധം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. ആമേൻ. ഈ വചനം എത്ര നല്ല മനോഹരമായ വചനമാണെന്ന് നോക്കിയേ. കാരണം നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നമുക്കൊരു കഷ്ടത വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. നമ്മളിപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദൈവത്തോട് അത്ര അറ്റാച്ച്മെൻറ്റ് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും പ്രാർത്ഥിക്കണമെന്നില്ല, പള്ളിയിൽ കുർബാന കാണണമെന്നില്ല, കുർബാനയ്ക്ക് പോകണമെന്നില്ല, വചനം വായിക്കണമെന്നില്ല. പക്ഷേ നമുക്കൊരു കഷ്ടത വരുമ്പോൾ ദൈവത്തോട് ഒരുപാട് നമ്മൾ അടുക്കാറുണ്ട്. അപ്പോൾ ആ കഷ്ടതയാണ് നമ്മൾ ദൈവത്തോട് അടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ദൈവത്തോട് അടുക്കാൻ കിട്ടിയ ഒരു സമയം നമ്മൾ ഒട്ടും പാഴാക്കാൻ പാടില്ല. കാരണം അത് എത്ര വലിയ സമയമാണെങ്കിലും, ഏത് ഉറക്കത്തിലാണെങ്കിലും, ആ ഒരു ടൈം എന്ന് വെച്ചാൽ ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ട ടൈമാണ്. ദൈവത്തിൻ്റെ വചനത്തിനേക്കാളും, അതായത് പൊന്നും സ്വർണത്തെക്കാളും ഏറ്റവും വലുതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാണ്. നമ്മുടെ ഒരുപാട് സമ്പത്തിനേക്കാളും, അല്ലെങ്കിൽ ഒരുപാട് മറ്റെന്തിനേക്കാളും, അല്ല ജോലിയാണെങ്കിലും എന്തായതിനേക്കാളും വലുതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനം മാത്രമാണ്. ഇത് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും, നമ്മുടെ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ ഒരു വചനം നമ്മൾ അത്രയും ഉൾക്കൊള്ളുവാണെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി നടത്തി തരും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.